ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ മോനുണ്ടായതിന് ശേഷം ഞാൻ ആദ്യമായിട്ടിന്ന് ജോലിക്ക് പോവാണ്. 1.5 കൊല്ലത്തോളം കരിയർ ഗ്യാപ്പ് ഉണ്ടായിരുന്ന കാരണം എനിക്ക് അതിൻ്റേതായ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനി എനിക്ക് നല്ലൊരു ജോലി കിട്ടുമോ, പെട്ടെന്നൊരു ജോലി കിട്ടുമോ, നല്ല കമ്പനിയിൽ കിട്ടുമോ എന്നൊക്കെ ഉള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല കരിയർ ഗ്യാപ്പ് വന്നില്ല, അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമോ, ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു പോവുമോ, അങ്ങനെ പല 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 ടെൻഷൻസ് എനിക്ക് ഉണ്ടായിരുന്നു. എന്തായാലും ടുഡേ ഐ എം വെരി എക്സൈറ്റഡ് ആൻഡ് ടെൻഷനും ഉണ്ട്. കാരണം പുതിയൊരു കമ്പനിയിൽ പുതിയ ആൾക്കാരൊക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കാളിദാസ് ജയറാമിൻ്റെ ഒരു പരസ്യം ഓർമ്മ വരുന്നത് എവരിഡേയുടെ. ഇതിൽ അന്നാബൻ ചോദിക്കുന്നുണ്ട്, 3 വർഷം കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോകുമ്പം എനിക്ക് ആ ടീമായിട്ട് ബ്ലെൻഡ് ആവാൻ പറ്റുമോ എന്നൊക്കെ. അപ്പം പുരിയിലെ ഇപ്പം പുരിയത് മോൾക്ക് എന്തായാലും 1 വയസ്സായില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജോലിക്ക് പോകാൻ തീരുമാനിച്ചത്. കാരണം നമ്മുടെ കരിയർ ഇനിയും മുന്നോട്ട് പോയില്ലെങ്കിൽ വീണ്ടും ഞാനൊരു ഫ്രഷറിനെ പോലെ ഫീൽഡിൽ കയറേണ്ടി വരും. 5-6 വർഷം കഷ്ടപ്പെട്ടത് വെറുതെ ആയിപ്പോവും. അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിനെ നോക്കാൻ എൻ്റെ സാലറിയുടെ 50% കൊടുത്ത ഒരാളെ നിർത്തിയാൽ പോലും നഷ്ടമാവില്ലെന്ന് എനിക്ക് തോന്നി. ഈ സമയമാണ് കുട്ടികളുടെ പ്രൈം ടൈം. ആ സമയം നമ്മൾ അവരുടെ കൂടെ ഉണ്ടാവണം, അത് എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ പറയുന്നത് ശരിയാണ്. പക്ഷേ 2-3 വർഷം നമ്മളിതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ആ ഫീൽഡിലേക്ക് തിരിച്ച് ചെല്ലുമ്പോൾ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല, അല്ലെങ്കിൽ ജോലി കിട്ടിയില്ല, അല്ലെങ്കിൽ പോകാൻ പറ്റില്ല, അങ്ങനെ നമ്മുടെ കരിയർ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നാളെ ഒരു കാലത്ത് അവരൊക്കെ അവരുടെ ചിറകുകൾ കൊണ്ട് പറന്ന് ഓരോ സ്ഥലത്ത് പോകും അല്ലേ. നാളെ ഒരു കാലത്ത് അവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം മാറ്റി വെച്ചു, നമ്മുടെ കരിയർ മാറ്റി വെച്ചു എന്നൊക്കെ പറഞ്ഞ് പരാതി പറയേണ്ട കാര്യമില്ലല്ലോ. അവരവരുടെ ജീവിതം തേടി പോട്ടെന്നേ. അപ്പം നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവുക, നമ്മൾ സമ്പാദിക്കുക, നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുക, നമ്മളെ സ്നേഹിക്കുക. അപ്പം ബാക്കിയുള്ള എല്ലാവരും നമ്മളെ സ്നേഹിച്ചോളും. ജോലിക്ക് പോയിക്കൊണ്ടിരുന്നിട്ട് ഇനി ഡെലിവറി കഴിഞ്ഞ് ജോലിക്ക് ഉടനെ പോകണോ, ഇനി എൻ്റെ കുഞ്ഞിനെ ആര് നോക്കും, എന്ത് ചെയ്യണം എന്നൊക്കെ ഓർത്ത് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് ജോലിക്ക് പോവാം. നിങ്ങളുടെ കരിയർ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. കുട്ടികളൊക്കെ വളർന്നോളൂ തന്നെ, അവരെല്ലാ സാഹചര്യമായിട്ട് അഡാപ്റ്റ് ആകാൻ അവർക്ക് ഭയങ്കര സിമ്പിളാണ്. കണ്ടില്ലേ, എന്നെ കണ്ടില്ലേ കീറി വിളിക്കുന്നതാണ്. ഇപ്പോൾ കണ്ടില്ല, ഒരു പ്രശ്നമില്ല. ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്. പക്ഷെ അവൻ ഒരു കുഴപ്പമില്ല, അവനെ ഹാപ്പി ആയിട്ടിരിക്കുക. ഇത്രയേ ഉള്ളൂ. കുട്ടികൾ 2-3 വർഷം കഴിയുമ്പോൾ അവർ ഡേ കെയറിലോ അല്ലെങ്കിൽ പ്ലേ സ്കൂളിലോ ഒക്കെ പോയി അവരവരുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അവർ മൂവ് ഓൺ ചെയ്ത് പോകും. ആ സമയത്ത് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് വേണ്ടാന്ന് വെച്ച്, കരിയർ വേണ്ടാന്ന് വെച്ച് വീട്ടിലൊരു മൂലയിൽ ഒതുങ്ങിക്കൂടിയാൽ നാളെ ഒരു സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളോട് തന്നെ ഒരു ദേഷ്യവും വിഷമവും ബാക്കിയുള്ളവരോടും ഒക്കെ തോന്നും. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇനി കരിയർ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരോട്ടാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോലിക്ക് പോവുക, മൂവ് ഓൺ ചെയ്യുക. എന്നിട്ട് നാളെ ഒരു കാലത്ത് നമ്മുടെ കുഞ്ഞമ്മ എനിക്കത് വേണം എന്ന് പറയുമ്പോൾ നമ്മൾ ആരോടും ചോദിക്കാതെ അരമണി കൈ നീട്ടാതെ നമുക്കൊരു സാധനം വാങ്ങിക്കൊടുക്കണമെങ്കിൽ അതിന് നമ്മളെ കൊണ്ട് പറ്റണ്ടേ. അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യുക. അപ്പം ഹാവ് എ ഗുഡ് ലൈഫ്. ബൈ.